ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഗ്രേവിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഈ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള അധികം വഴണ്ട് പോകണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചരിച്ച് കട്ട് ചെയ്തത്, 5 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് 3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയ ശേഷം ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ പ്രോൺസാണ് പ്രോൺസ് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഈ പ്രോൺസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ മസാലയിൽ കിടന്ന് വേണം നമ്മുടെ ഈ പ്രോൺസ് വെന്ത് വരാൻ. അതിനായിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം 5 മിനിറ്റ് ആയപ്പോഴേക്കും പ്രോൺസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. തുറന്ന് വെച്ച് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് 1/4 പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിക്ക് അനുസരിച്ചാണ് ഞാനിവിടെ 1/4 പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്തെല്ലാം തന്നെ തീ ലോ ഫ്ലെയിമിലായിരിക്കണം. കുറച്ചുകൂടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള 1/4 കപ്പ് 1/4 പാലോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പ്രോൺസ് ഗ്രേവി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.